ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലന്റ് ടീച്ചിങ് എക്സാംസിലേക്ക് സ്വാഗതം. HSA നാച്ചുറൽ സയൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പ്രീവിയസ് ആയിട്ട് ചോദിച്ച ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് വേഗം ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ്. ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നാച്ചുറൽ സയൻസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കാറ്റഗറി നമ്പറൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ: നൈട്രജൻ ചക്രത്തിൽ ഉൾപ്പെടാത്തതേത്? നൈട്രജൻ ചക്രം, നൈട്രജൻ സൈക്കിൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് അല്ലേ. നൈട്രജൻ സൈക്കിൾ മലയാളത്തിലാക്കുമ്പോൾ ചിലപ്പം നൈട്രജൻ പരിവൃത്തി അങ്ങനെയുള്ള വേർഡിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുമായിട്ട് ഉൾപ്പെടാത്തതാണ്, ബന്ധമില്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്: നൈട്രേറ്റ്, നൈട്രിക് ആസിഡ്, നൈട്രജൻ, അമോണിയ. അപ്പോൾ ഈ ഒരു നൈട്രജൻ സൈക്കിൾ എന്താണെന്ന് ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് കാര്യം കണ്ടെത്താൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ എന്തായാലും ചിലപ്പോൾ ഓപ്ഷൻസ് വായിക്കുമ്പോൾ നൈട്രജൻ, ഓക്കെ, നൈട്രജൻ സൈക്കിളിൽ നൈട്രജൻ ഉണ്ടാവുമല്ലോ, അതറിയാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയേ കേട്ടോ. നൈട്രേറ്റ് എല്ലാം റിലേറ്റഡ് ടേമാണ്. നൈട്രിക് ആസിഡ്, ഒരേ ആൾക്കാർ എന്ത് ചെയ്തു അന്നിങ്ങനെ ഈ ക്വസ്റ്റ്യൻ വന്ന സമയത്ത് എല്ലാത്തിലും നൈട്രേറ്റ് നൈട്രജൻ എന്ന് പറയുമ്പോൾ ഒരേപോലെ സ്റ്റാർട്ടിംഗ് ആണ്. അങ്ങനെ അല്ലാത്തത് അമോണിയ അല്ലേ എന്ന് വിചാരിച്ച് അമോണിയ എന്ന് പറഞ്ഞ ആൻസറിലേക്ക് പോയവരുണ്ട്. പക്ഷേ ഇവിടുത്തെ ആൻസർ ഏതാ വരുന്നത്? ഏതാണ് ആൻസർ? നൈട്രേറ്റ് നൈട്രജൻ സൈക്കിൾ വരുന്നതാണോ? ആണ്. നൈട്രജൻ ഉണ്ട്. നൈട്രിക് ആസിഡ് എന്ന് പറയുന്നതാണ് ഇതിൽ പെടാത്തത്. ഓക്കെ, നൈട്രിക് ആസിഡ് ആണ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തതാണ് ആൻസർ. റെഡി അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫാക്ട് കൃത്യമായിട്ട് പഠിച്ച ഒരാൾക്കേ പറ്റുള്ളൂ. ഇപ്പൊ പോലെ ആൻസർ പറഞ്ഞപ്പോഴും അത് എങ്ങനെ എന്ന് കൃത്യമായിട്ട് അറിയാത്ത ആൾക്കാരുണ്ടാവും അല്ലെ. നമുക്ക് നോക്കാം. അതുപോലെ വേറെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഇവിടെ കാണിച്ചു തരാം. നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ അല്ലാത്തതേത്? നൈട്രജൻ സ്ഥിരീകരണം എന്ന് പറയുന്ന മലയാളം വാക്കിൽ നമ്മൾ ഇംഗ്ലീഷ് പറയുന്നതാണ് നൈട്രജൻ ഫിക്സേഷൻ. അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ പിടിച്ച് കോമ്പൗണ്ട് രൂപത്തിലേക്ക് മാറ്റി മണ്ണിലേക്ക് ഫിക്സ് ചെയ്യണം അല്ലെ. അതിനെയാണ് നൈട്രജൻ ഫിക്സേഷൻ അല്ലെങ്കിൽ നൈട്രജൻ സ്ഥിരീകരണം എന്ന് പറയാം. അപ്പൊ അതിന് സഹായിക്കുന്ന ബാക്ടീരിയ അല്ലാത്തത്, എല്ലാം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഏതാ? അസറ്റോബാക്ടർ, ക്ലോസ്ട്രിഡിയം, അസറ്റോമൈസിൻ, റൈസോബിയം. ഏതാണ്? അപ്പൊ നമുക്കറിയാം അന്തരീക്ഷത്തിലെ നൈട്രജനെ ഫിക്സേഷൻ നടത്തുന്ന, സ്ഥിരീകരണം നടത്തുന്ന പ്രക്രിയയ്ക്ക് ഈ ബാക്ടീരിയ പോലെയുള്ള മൈക്രോ ഓർഗാനിസങ്ങൾ സഹായിക്കുന്നുണ്ട് അല്ലെ. അതേപോലെ ഇടിമിന്നൽ സഹായിക്കുന്നുണ്ട് എന്നൊക്കെ പല രീതിയിൽ പല മാർഗങ്ങൾ കൂടെയാണ് നടക്കുന്നത്. അപ്പൊ ഇവിടെ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ അതേപോലെ ബയോളജിക്കൽ ജൈവികമായിട്ടുള്ള ആൾക്കാർ സഹായിക്കുന്ന ബാക്ടീരിയ ആണ്. ഏത് ബാക്ടീരിയ? അസറ്റോബാക്ടർ. പേര് കേട്ടിട്ടുണ്ടോ? യെസ്, അത് നൈട്രജനുമായിട്ട് ബന്ധപ്പെട്ട, നൈട്രജൻ സൈക്കിളായിട്ട് ബന്ധപ്പെട്ട ബാക്ടീരിയ തന്നെയാണ് കേട്ടോ. ക്ലോസ്ട്രിഡിയം, അസറ്റോബാക്ടർ. രണ്ടാൾക്കാരും പേര് അധികം ഒരുമിച്ച് പറയാറില്ലേ? ക്ലോസ്ട്രിഡിയം അതിലുണ്ട്. അസറ്റോമൈസിൻ ഉണ്ട്, റൈസോബിയം ഉണ്ട്. റൈസോബിയം വളരെ കോമൺ ആണ്. പയറ് ചെടിയുടെ മൂലാർബുദങ്ങളിൽ കാണപ്പെടുന്ന നൈട്രജൻ സ്ഥിരീകരണത്തിന് സഹായിക്കുന്ന സിംബയോട്ടിക് ബാക്ടീരിയ ആണ് റൈസോബിയം. പഠിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ റൈസോബിയം മസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ വരാത്ത ആൻസർ ഏതാണെന്നറിയോ? അസറ്റോമൈസിൻ ആണ്. ഇതും അതേപോലെ അസറ്റോബാക്ടർ ഉണ്ട്. അപ്പൊ അസറ്റോമൈസിൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാവുമെന്ന് വിചാരിച്ച് ക്ലോസ്ട്രിഡിയം ആൻസറിലേക്ക് പോയ ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇവിടുത്തെ ആൻസർ എന്താ? അസറ്റോമൈസിൻ. അപ്പൊ 2 ക്വസ്റ്റ്യൻ കണ്ടു. ആൻസർ നന്നായിട്ട് അറിയുന്നവരുണ്ടാവും, കുറച്ച് അറിയുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ നമുക്കൊന്ന് ക്വിക്കായിട്ട് അതിന്റെ ഫാക്ട് ഒന്ന് വേഗം ഒന്ന് നോക്കാം. നൈട്രജൻ സൈക്കിളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് വളരെ ബേസ് ആയിട്ട് പഠിക്കാൻ നമ്മൾ +1 ടെക്സ്റ്റ് ബുക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. +1 മിനറൽ ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് അല്ലെ. അപ്പോൾ അതിൽ നൈട്രജൻ സൈക്കിൾ കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് ബേസ് ആയിട്ട് പഠിച്ചാൽ മതി. പക്ഷേ ഇതിനേക്കാളും കുറച്ചും കൂടെ ഫാക്ട് നമ്മൾ എക്സ്ട്രാ ഒരു ഡിഗ്രി ലെവലിനൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കണം. എന്നാൽ പോലും ഇത് പഠിച്ചാൽ തന്നെ അത്യാവശ്യം കാര്യങ്ങളായി. ഓക്കെ, അപ്പൊ നോക്കിയേ, നൈട്രജൻ പരിവൃത്തി അല്ലെങ്കിൽ നൈട്രജൻ സൈക്കിൾ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് നൈട്രജൻ. അറിയാലോ, ഒരു 78% കാണാം. പക്ഷേ സസ്യങ്ങൾക്ക് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും വലിച്ചെടുക്കുന്നത് പോലെ നൈട്രജനെ വലിച്ചെടുത്ത് ഉപയോഗിക്കാനുള്ള കഴിവില്ല. ഓക്കെ, പക്ഷെ അതിനെ നൈട്രജൻ ആണെങ്കിൽ എല്ലാത്തിനും ഇമ്പോർട്ടൻ്റ് ആണ്, അത്യാവശ്യം വേണ്ടതുമാണ്. പക്ഷേ നേരിട്ട് ആസ്യരന്ധ്രങ്ങളിൽ കൂടെ വലിച്ചെടുക്കാനുള്ള കഴിവില്ല. പക്ഷെ എങ്ങനെ എത്തണം? മണ്ണിലെത്തണം. ഈ നൈട്രജൻ, വാതക രൂപത്തിലുള്ള നൈട്രജൻ കോമ്പൗണ്ട് രൂപത്തിൽ മണ്ണിലെത്തണം അല്ലെ. ആ മണ്ണിൽ നിന്ന് വേര് വഴിയാണ് സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാൻ പറ്റൂ. അപ്പൊ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഈ നൈട്രജനെ മണ്ണിലേക്ക് മറ്റു രൂപങ്ങളിലേക്ക് മാറ്റണം. ഈ പ്രക്രിയ, ഈ ഒരു സ്റ്റെപ്പിനെയാണ് നമ്മൾ എന്ത് പേര് പറയണ്ടേ? സ്ഥിരീകരണം. ഓക്കെ, ഫിക്സേഷൻ, നൈട്രജൻ ഫിക്സേഷൻ അല്ലെങ്കിൽ നൈട്രജൻ സ്ഥിരീകരണം എന്ന് പറയുന്നത്. ഈ രൂപമാറ്റത്തിന് ഒരുപാട് രീതിയിൽ ആ രൂപമാറ്റം നമുക്ക് നടത്താൻ പറ്റും. അതിനെ സഹായിക്കുന്ന ചില ബാക്ടീരിയ പോലെയുള്ള മൈക്രോ ഓർഗാനിസം ഉണ്ടാവും. അവരുടെ സഹായത്തോടു കൂടി, ജീവനുള്ള ജീവികളുടെ സഹായത്തോടു കൂടിയാണ് അന്തരീക്ഷത്തിലെ നൈട്രജൻ ഇങ്ങനെ മണ്ണിലേക്ക് മാറുന്നതെങ്കിൽ അതിനെ നമ്മൾ ജൈവിക നൈട്രജൻ സ്ഥിരീകരണം എന്നാണ് പറയാം. ഓക്കെ, ഇനി ഈ നൈട്രജനെ ഇങ്ങനെ മാറ്റാൻ വേണ്ടി സഹായിക്കുന്നത് നോക്കിയേ, ഇൻഡസ്ട്രിയൽ അല്ലെ, വ്യവസായശാലകളിൽ നിന്നൊക്കെ വരുന്ന കൂടിയ ചൂട് അല്ലെ, അതിന്റെയൊക്കെ സാന്നിധ്യത്തിലും അന്തരീക്ഷത്തിലെ നൈട്രജൻ ഇങ്ങനെ മാറിക്കിട്ടും. അതിനെ നമ്മൾ ഇൻഡസ്ട്രിയൽ നൈട്രജൻ ഫിക്സേഷൻ അല്ലെങ്കിൽ വ്യാവസായിക നൈട്രജൻ സ്ഥിരീകരണം എന്നാണ് പറയാം.
ഇനി വേറൊന്നാണ് വൈദ്യുത നൈട്രജൻ സ്ഥിരീകരണം, ഇലക്ട്രിക്കൽ ഇംഗ്ലീഷ് പറയുമ്പോൾ അതെങ്ങനെയാണ് വൈദ്യുതി, അതാണ് ഇടിമിന്നലൊക്കെ ഉണ്ടാകുമ്പോൾ മിന്നൽ ഉണ്ടാകുന്ന സമയത്ത് ഹൈ വോൾട്ട് ആണ് ഉണ്ടാകുന്നത് അല്ലെ, ഹൈ എനർജിയാണ്. അപ്പൊ അതിന്റെ സാന്നിധ്യത്തിൽ നൈട്രജൻ ഇങ്ങനെ മാറിക്കിട്ടും. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ഇവിടെയൊക്കെ ഏത് രൂപത്തിലാണ് അന്തരീക്ഷത്തിലെ നൈട്രജൻ പെട്ടെന്ന് ഏത് രൂപത്തിലേക്ക് മാറുന്നേ നോക്കി. ഇവിടെ എന്താ കൊടുത്തത്? NH3 എന്ന് പറഞ്ഞാൽ അമോണിയ. ഇമ്പോർട്ടന്റ് ആണ്, നൈട്രജൻ സൈക്കിളിൽ പ്രധാനപ്പെട്ട സാധനമാണ് അമോണിയ. ഇപ്പൊ നമ്മൾ ഓപ്ഷനിൽ അമോണിയ കണ്ടില്ലേ, കുറെ ആൾക്കാർ അമോണിയനെ ഒഴിവാക്കിയിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞല്ലേ. അപ്പൊ അമോണിയ NH3 എന്ന് പറഞ്ഞാൽ അമോണിയാണ്. അപ്പൊ ജൈവികമായിട്ടൊക്കെ കൺവേർട്ട് ചെയ്യുമ്പം ആദ്യം അല്ലെ വ്യാവസായികമായിട്ടൊക്കെ നൈട്രജൻ മാറുന്നത് ശരിക്കും ഏത് രൂപത്തിലാണ്? അമോണിയാണ്. പക്ഷെ അമോണിയ രൂപത്തിലല്ല സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാൻ പറ്റുക. അതുകൊണ്ട് ഈ അമോണിയനെ പിടിച്ച് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റണം. ആരാ? ഈ രൂപത്തിന്റെ പേരെന്താ? NO2 എന്നാണ് കൊടുത്തത്. NO2 എന്ന് പറഞ്ഞാൽ നൈട്രൈറ്റ് എന്നാണ് പറയുന്നത്. എന്താണ്? നൈട്രൈറ്റ് ആണ്, നൈട്രൈറ്റ്. ഓക്കെ, NO2നെ പിന്നെയും മാറ്റിയിട്ട് NO3 എന്ന് പറയുന്ന രൂപത്തിലാക്കി മാറ്റണം. ഇതിന് നമ്മൾ പറയാ നൈട്രേറ്റ് എന്നാണ്. നൈട്രേറ്റ് ഒരേപോലെയാണോ? ഒന്ന് നൈട്രൈറ്റ്, ഒന്ന് നൈട്രേറ്റ്. NO2 നൈട്രൈറ്റ് ആണ്, NO3 പറയുമ്പോൾ നൈട്രേറ്റ് ആണ്. ഓക്കെ, ഇങ്ങനെയുള്ള രൂപത്തിലാക്കി മാറ്റണം. അപ്പൊ വൈദ്യുതി ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ഹൈ വോൾട്ട് ആണ്, അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് NO3 ആയിട്ട് അങ്ങോട്ട് മാറും. ഓക്കെ, അല്ലാത്തത് അമോണിയാവും. അമോണിയ പിന്നെ NO2 ആയിട്ട് വേണം NO3 ആയിട്ട് വരാൻ. അപ്പൊ ശരിക്കും ഈ കൺവേർഷൻ, ഈ കാണിച്ചിരിക്കുന്ന ഈ കൺവേർഷൻ നടക്കാൻ NH3 NO2 NO3 എന്നൊക്കെ പറയുന്ന ഈ മാറ്റം, ഓക്കെ, ഇതിനെ നമ്മൾ നൈട്രിഫിക്കേഷൻ എന്ന് പറയാറുണ്ട്. ഇത് വെറുതെ നടക്കുന്നതല്ല. ഇവിടെ ഈ പരിപാടിക്ക് സഹായിക്കുന്ന ബാക്ടീരിയകൾ ഉണ്ട്. അവരാണ് അമോണിയനെ NO2 ആക്കി മാറ്റാൻ സഹായിക്കുന്ന നൈട്രോസോമോണാസ്, നൈട്രോകോക്കസ് എന്നൊക്കെ പറയുന്ന ബാക്ടീരിയ ആണ് ചെയ്തു കൊടുക്കുക. മണ്ണിലുള്ള ബാക്ടീരിയ ആണ്. അതുപോലെ NO2നെ പിടിച്ച് NO3 ആക്കാൻ നൈട്രോബാക്ടർ പോലുള്ള ബാക്ടീരിയകളൊക്കെ സഹായത്തിലാണ് ഈ കൺവേർഷനും നടക്കുക. ഇതും വെറുതെ നടക്കൂല. ഓക്കെ, അവസാനം NO3 പോലുള്ള രൂപത്തിലായി മാറിക്കഴിഞ്ഞാൽ അതിനെ വേരുവഴി ആകിരണം ചെയ്യും? സസ്യങ്ങൾ ആകിരണം ചെയ്ത് സസ്യങ്ങൾക്ക് ആവശ്യമുള്ള നൈട്രജൻ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ അമിനോ ആസിഡ് പോലുള്ള കാര്യം സിന്തസൈസ് ചെയ്യുക അല്ലെ, നൈട്രജൻ മെറ്റബോളിസം ഒക്കെ നടത്തണം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് അവര് ഈ നൈട്രേറ്റിനെയാണ് വേരുവഴി വലിച്ചെടുത്ത് ഉപയോഗിക്കുക. അങ്ങനെ സസ്യ ജൈവപിണ്ഡം എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിന്റെ ബോഡി മാസ് ആണെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ ശരീരത്തിന്റെ ഭാഗമാക്കി മാറ്റുകയാണ്. സസ്യങ്ങളെ നമ്മൾ കഴിക്കുന്ന സമയത്ത് സസ്യങ്ങളിൽ കൂടെ ഇത് എവിടെ കിട്ടുകയാണ്? ജന്തുക്കൾക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇനി അവസാനം ഈ സസ്യങ്ങളും ജന്തുക്കളൊക്കെ ചത്തുപോകും അല്ലെ, അതൊക്കെ നശിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും മണ്ണിലേക്കാണ് പോകുന്നത്. മണ്ണിലേക്ക് പോയി കഴിഞ്ഞ് മണ്ണിൽ കിടന്ന് നമ്മളിങ്ങനെ അഴുകും അല്ലെ, അവിടെ ഡീക്കേ ആയിട്ട് മാറും. ഡീക്കേ ആയിട്ടുള്ള ബയോമാസ് ആണ്. അതിൽ നിന്ന് ഡീക്കേ ആവുന്ന സമയത്ത് നമുക്കറിയാം അമോണിയ അല്ലെ, എന്തെങ്കിലും ദ്രവിക്കുന്ന സമയത്ത് അമോണിയ സ്മെല്ല് വരുന്നില്ലേ. അപ്പൊ അതാണ് ഇതൊക്കെ നമ്മൾ ഇപ്പൊ സസ്യങ്ങളായാലും ജന്തുക്കളാണെങ്കിലും അവസാനം നമ്മൾ മണ്ണിലേക്ക് പോകുന്ന സമയത്ത് മണ്ണ് കിടന്ന് ജീർണിച്ച് അമോണീകരണം എന്ന് പറഞ്ഞാൽ അമോണിഫിക്കേഷൻ എന്നാണ്. ഇതിന്റെ പേരെന്നാണ് അമോണിഫിക്കേഷൻ നടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അമോണിയായിട്ട് തിരിച്ച് അമോണിയ തന്നെയായിട്ട് മാറി നമ്മൾ വീണ്ടും മണ്ണിലേക്ക് തന്നെ പോവുകയാണ് ചെയ്യുന്നത്. ഇതൊരു സൈക്കിൾ കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത് അല്ലെ. റെഡി അല്ലേ? അപ്പോൾ അന്തരീക്ഷത്തിൽ എല്ലാ നൈട്രജൻ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലെ നൈട്രജന്റെ അളവ് കുറഞ്ഞു പോകും. അതുകൊണ്ട് അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു പ്രോസസ്സും കൂടെ നടക്കുന്നുണ്ട്. NO3 ആവുമ്പം കുറച്ച് NO3 ആണ് സസ്യങ്ങൾ ആഗിരണം ചെയ്യുന്നത്. ബാക്കി തിരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? അന്തരീക്ഷത്തിലേക്ക് തന്നെ പോവുകയും ചെയ്യും. ഓക്കെ, അതിന് പറയുന്ന പേര് ഡീനൈട്രിഫിക്കേഷൻ എന്നാണ്. ഡീനൈട്രിഫിക്കേഷൻ, അതിനും സഹായിക്കുന്ന ബാക്ടീരിയകൾ മണ്ണിലുണ്ട്. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ഇതാണ് നൈട്രജൻ സൈക്കിളിന്റെ വളരെ ബേസ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും മെയിൻ ആയിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഫസ്റ്റ് നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് എന്താണ്? ഈ ചേഞ്ചസ് എന്താണ്? അവസാനം NO3 ആയാലാണ് സസ്യങ്ങൾ ആഗിരണം ചെയ്ത് സസ്യങ്ങൾ വഴി ജന്തുക്കൾക്ക് കിട്ടി. സസ്യങ്ങളും ജന്തുക്കളും മണ്ണിൽ വീണ് എന്താണ് ദ്രവിക്കുന്ന സമയത്ത് അമോണിഫിക്കേഷൻ നടന്ന് വീണ്ടും നമ്മൾ അമോണിയായിട്ട് മാറിയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ ആണെന്ന് വിചാരിക്കാൻ. വേഗം 1-2 പോയിന്റ് ഒന്ന് കണക്ട് ചെയ്തേക്കാം. ഈ കേട്ട കാര്യങ്ങളൊന്നും ആർക്കെങ്കിലും നോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ 1-2 പോയിന്റ് പറയാം. ഇതേ കാര്യം, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൂടാതെ ജീവജാലങ്ങളിലെ ഏറ്റവും മുഖ്യമായ മൂലകമാണ് നൈട്രജൻ. ഓക്കെ, അമിനോ ആസിഡുകൾ, മാംസ്യം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ, ഹോർമോൺ, ഹരിതകം കൂടാതെ പല വിറ്റാമിനുകളുടെയും പ്രധാന ഘടകം കൂടിയാണ് നൈട്രജൻ. അപ്പൊ നൈട്രജൻ എന്തിനാണ് ഇത്ര ആവശ്യം? അമിനോ ആസിഡിന്റെ നിർമ്മാണം അല്ലെ, പ്രോട്ടീന്റെ നിർമ്മാണം, ഹോർമോൺ, ഹരിതകം, എൻസൈമുകൾ, ഇതൊക്കെ എന്താണ് ബേസിക്കലി നമ്മളെ നൈട്രജനായിട്ട് ബന്ധപ്പെട്ടാണ് രൂപപ്പെടുന്നത്. മണ്ണിൽ വളരെ നിയന്ത്രിതമായ അളവിൽ ലഭ്യമാകുന്ന നൈട്രജന് വേണ്ടി സസ്യങ്ങൾക്ക് സൂക്ഷ്മജീവികളുമായി മത്സരിക്കേണ്ടി വരുവാണ് ചെയ്യുന്നത്. കാരണം സൂക്ഷ്മജീവികളെ മത്സരിക്കണം, അവരോടുകൂടി ചേർന്ന് അവരെ ഹെൽപ്പോട് കൂടിയാണ് നൈട്രജൻ സസ്യങ്ങൾക്ക് കിട്ടുന്നത്. അതിനാൽ പ്രകൃതിദത്തമായും കാർഷികവുമായ ആവാസ വ്യവസ്ഥകളിലെ ഒരു നിയന്ത്രണ പോഷക ഘടകമായിട്ടാണ് നമ്മൾ നൈട്രജനെ കണക്കാക്കുക. ഒരു ലിമിറ്റിംഗ് ന്യൂട്രിയന്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക.
രണ്ട് നൈട്രജൻ ആറ്റം വെച്ചാൽ അന്തരീക്ഷത്തിൽ കുറെ ഉണ്ടെങ്കിലും മണ്ണിലെത്തിയാലേ കിട്ടുള്ളൂ. അപ്പൊ മണ്ണിലുള്ള ബാക്ടീരിയകളായിട്ട് കിടപിടിച്ചിട്ട് വേണം നൈട്രജനെ സസ്യങ്ങൾക്ക് നേടിയെടുക്കാൻ അല്ലെ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. രണ്ട് ഇപ്പൊ നൈട്രജൻ എന്ന് പറയുമ്പോൾ നമ്മൾ N2 എന്നാണ് എഴുതുക അല്ലെ. N2 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ അവിടെ നോക്കിയേ, നൈട്രജന്റെ രണ്ടാറ്റങ്ങൾ, ഓക്കെ, രണ്ടാറ്റങ്ങൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. എങ്ങനെയാണ് മൂന്ന്, ഇവിടെ ഇങ്ങനെ 3 വര വരയ്ക്കണം. ഇവിടെ 2 എണ്ണേ വന്നിട്ടുള്ളൂ. N ഇങ്ങനെ എഴുതാം. എന്നിനെ അല്ലെ 3 ആറ്റങ്ങൾ, നടുക്ക് എന്താണ് ബോണ്ടാണ് കാണിച്ചിരിക്കുന്നത്. 3 കോവാലന്റ് ബന്ധനം, കോവാലന്റ് ബോണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ. കോവാലന്റ് ബോണ്ട് വഴി ചേർന്നിരിക്കുന്ന രീതിയിലാണ് നമ്മൾ നൈട്രജനെ കാണുക. N2 എന്ന് പറഞ്ഞാൽ 2N, 2 ആറ്റങ്ങൾ, ഇടയിൽ 3 ട്രിപ്പിൾ ബോണ്ടാണ്, ട്രിപ്പിൾ കോവാലന്റ് ബോണ്ടാണ് കാണപ്പെടുന്നത്. നൈട്രജനെ അമോണിയാക്കി മാറ്റുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് നൈട്രജൻ സ്ഥിരീകരണം അല്ലെങ്കിൽ നൈട്രജൻ ഫിക്സേഷൻ. അന്തരീക്ഷത്തിലെ നൈട്രജനെ അമോണിയൊക്കെ ആക്കി മാറ്റുന്ന പ്രോസസ് അല്ലെ. പ്രകൃതിയിൽ നൈട്രജന്റെ ഓക്സൈഡ് NO, NO2, N2O എന്നുള്ള രൂപത്തിലായി മാറുന്നതിനുള്ള ഊർജം പ്രദാനം ചെയ്യുന്നത് മിന്നലും അൾട്രാവയലറ്റ് വികിരണങ്ങളുമാണ്. വ്യാവസായിക ജ്വലനം, കാട്ടുതീ, വാഹനങ്ങളുടെ പുക, ഊർജോൽപാദന കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം നൈട്രജൻ ഓക്സൈഡുകളുടെ സ്രോതസ്സാണ്. അതാണ് ഇൻഡസ്ട്രിയൽ എന്ന് പറയുന്ന ഹെഡിങ്ങിൽ നമ്മൾ കേട്ടത്. മൃതമായ ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും കാർബണിക നൈട്രജനെ വിഘടിപ്പിച്ച് നമ്മൾ തിരിച്ച് അമോണിയ തന്നെയായി പോകുന്നു പറഞ്ഞില്ലേ, അതിന് പറയുന്ന പേരാണെന്ത്, അമോണീകരണം അല്ലെങ്കിൽ അമോണിഫിക്കേഷൻ എന്നാണ് പറയാ. ഇതിൽ കുറച്ച് അമോണിയ ബാഷ്പീകരിച്ച് അന്തരീക്ഷത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. എന്നാൽ മാത്രമാണ് അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ നൈട്രജന്റെ അളവ് കുറഞ്ഞു, എല്ലാം ഇങ്ങനെ കൺവേർട്ട് ചെയ്താൽ അതിന്റെ അളവ് കുറഞ്ഞു പോകും അല്ലെ. അപ്പൊ അത് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരണം. അതുകൊണ്ടാണ് നമ്മൾ സൈക്കിളാന്ന് പറയുന്നത്. അപ്പൊ അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജൻ ഉപയോഗിച്ചാലും അവിടെ അളവ് കുറഞ്ഞു പോകാത്ത രീതിയിൽ തിരിച്ച് അങ്ങോട്ട് തന്നെ പോവുകയും വേണം. അമോണിയയെ ആദ്യമായി ഓക്സീകരിച്ച് നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ബാക്ടീരിയല്ലേ അല്ലെ. അപ്പം ഈ ഒരു സ്റ്റെപ്പ് ഈ ചിത്രത്തിൽ നോക്കുക. ഈ ഒരു സ്റ്റെപ്പ് ഇവിടെ കാണിച്ചിരിക്കുന്ന സ്റ്റെപ്പ് അമോണിയനെ NO2 ആക്കി മാറ്റുക എന്ന് പറയുന്ന കാര്യം. ഓക്കെ, അതാണ് പറയുന്നത്. അമോണിയയെ ആദ്യമായി ഓക്സീകരിച്ച് നൈട്രേറ്റ് ആക്കി മാറ്റുന്നത് എന്ന് വെച്ചാൽ NH3നെ പിടിച്ച് NO2 ആക്കി മാറ്റുക എന്ന് പറയുന്ന കാര്യം. ഓക്കെ, NO2 ആക്കി മാറ്റുന്ന ബാക്ടീരിയകളാണ് നൈട്രോസോമോണാസും നൈട്രോകോക്കസും. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതേപോലെ NO2 എന്ന് പറയുന്നതിനെ പിടിച്ച് NO3 ആക്കി മാറ്റണം അല്ലെ. അപ്പൊ അതിന് സഹായിക്കുന്ന ബാക്ടീരിയന്റെ പേര് നൈട്രോബാക്ടർ. നൈട്രോബാക്ടർ എന്ന ബാക്ടീരിയയുടെ സഹായത്തോടെയാണ് നൈട്രൈറ്റുകളെ പിന്നീട് നൈട്രേറ്റ് ആക്കി മാറ്റുന്നത്. ഓക്കെ, ഈ പ്രവർത്തനങ്ങളെ പറയുന്ന പേരാണ് നൈട്രിഫിക്കേഷൻ. അപ്പൊ NH3, NO2 പിന്നെ NO3 ആയി മാറും. അതിന്റെ പേര് നൈട്രിഫിക്കേഷൻ. അന്തരീക്ഷത്തിലെ നൈട്രജൻ അമോണിയന്റെ രൂപത്തിലൊക്കെ ഇങ്ങോട്ടും ആദ്യമായി മണ്ണിലേക്ക് വരുന്നതിന് നമ്മൾ നൈട്രജൻ ഫിക്സേഷൻ അല്ലെങ്കിൽ നൈട്രജൻ സ്ഥിരീകരണം എന്നാണ് പറയാ കേട്ടോ. ഇത്തരത്തിലുള്ള നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയകൾ രാസ സ്വപോഷികളാണ് എന്ന് നമ്മൾ പറയും. എന്ന് പറഞ്ഞാൽ കീമോ ഓട്ടോട്രോപ്സ് ആണ്, രാസ സ്വപോഷികൾ. അങ്ങനെ വേണമെങ്കിൽ ജസ്റ്റ് മലയാളാക്കിയിട്ട് പറയാം കേട്ടോ. രാസ എന്ന് മാത്രമേ അവിടെ കൊടുക്കുന്നുള്ളൂ. രാസ സ്വപോഷികളാണ് എന്ന് വെച്ചാൽ എന്താണ്, കീമോ ഓട്ടോട്രോപ്സ് ആണ്. അവര് സ്വന്തമായി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്താണ്, പ്രകാശം അല്ല കെമിക്കൽ എനർജിയാണ് അവര് ഉപയോഗിക്കുന്നത്. കീമോ ഓട്ടോട്രോപ്സ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ് ഇതിനെ സഹായിക്കുന്നത്. ഓക്കെ, ഇപ്രകാരം ഉണ്ടാകുന്ന നൈട്രേറ്റുകളെ സസ്യങ്ങൾ എന്ത് ചെയ്യാണ്, സസ്യങ്ങൾ ആഗിരണം ചെയ്യുകയും പിന്നീട് ഇലകളിലേക്ക് സംവഹനം നടത്തുകയും ചെയ്ത സസ്യങ്ങൾ വലിച്ചെടുത്ത് ഇലകളിൽ എത്തിക്കുകയാണ്. എന്നിട്ട് ഇലകളിൽ വെച്ച് നിരോക്സീകരണം വഴി അമോണിയ ആയി മാറുകയും അവസാനം അമിനോ ആസിഡുകളുടെ അമിനോ ഗ്രൂപ്പായി മാറുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ സസ്യങ്ങൾ അതിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. മണ്ണിൽ അടങ്ങിയിരിക്കുന്ന നൈട്രേറ്റിനെ ഡീനൈട്രിഫിക്കേഷൻ എന്ന പ്രക്രിയയിലൂടെ നൈട്രജൻ ആക്കി മാറ്റാം. നമ്മൾ കണ്ടതാണ് NO3ന്റെ ഒരു ഭാഗം തിരിച്ച് N2 ആയിട്ട് പോകുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനെയാണ് ഡീനൈട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിനും ബാക്ടീരിയയാണ് സഹായിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഡീനൈട്രിഫിക്കേഷനെ സഹായിക്കുന്ന ബാക്ടീരിയക്ക് എക്സാമ്പിൾ ആണ് സ്യൂഡോമോണാസ്. ഓക്കെ, തയോബാസിലസ് എന്നൊക്കെ പറഞ്ഞാൽ ഡീനൈട്രിഫിക്കേഷനെ സഹായിക്കുന്ന ബാക്ടീരിയകളാണ് കേട്ടോ. റെഡി അല്ലേ, ക്ലിയർ? അപ്പൊ നമ്മൾ ജസ്റ്റ് ചെറിയൊരു ഐഡിയ മാത്രമാണ് ഉണ്ടാക്കിയത്. ടെക്സ്റ്റ് ബുക്ക് കൊടുത്ത കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ നോക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ അസെറ്റോബാക്ടർ അല്ലെ, ക്ലോസ്ട്രിഡിയം, റൈസോബിയം ഇങ്ങനെയൊക്കെ കാണാം. അപ്പൊ ഇവരൊക്കെ ജീവനുള്ള ആൾക്കാരെ നൈട്രജൻ സ്ഥിരീകരണത്തിൽ സഹായിക്കുന്നവരാണ്. അപ്പൊ ഇത് അതിൽ പെടാത്തതാണ്. മറ്റുള്ളതൊക്കെ ജീവനുള്ളവരാണ്. അപ്പൊ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ അല്ലെങ്കിൽ ജൈവിക അല്ലെ നൈട്രജൻ സ്ഥിരീകരണത്തിന് സഹായിക്കുന്നവരെയാണ് കാണിച്ചത്. അപ്പൊ അവരൊക്കെ പേരും നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ കൊടുത്ത കണ്ടില്ലേ, അസെറ്റോബാക്ടറിന്റെ പേരൊക്കെ ഇവിടെ ഉണ്ട്. സൂക്ഷ്മജീവികൾ, മണ്ണിലുള്ള സൂക്ഷ്മജീവികൾ. അവര് മണ്ണിലെ
സ്വതന്ത്രമായി ജീവിക്കുന്നവരായിരിക്കാം, ഓക്സിജന്റെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കുന്നവരായിരിക്കാം, എയറോബിക് എന്ന് പറയും. ഇനി അല്ല അനേറോബിക് ആയിരിക്കാം, ഇനിയല്ല പയറ് ചെടിയോ മറ്റേതെങ്കിലും ചെടീന്റെ വേരുകളിലൊക്കെ ഇങ്ങനെ സിംബയോട്ടിക് ആയിട്ട് താമസിക്കുന്ന ബാക്ടീരിയകളായിരിക്കാം. അപ്പൊ പല രീതിയിൽ ജീവിച്ചുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യത്തിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കുറെ അസെറ്റോബാക്ടർ, ബേജർ നിക്കിയ കണ്ടില്ലേ, അതുപോലെ പിന്നെ ചില സയനോ ബാക്ടീരിയ എന്നറിയപ്പെടുന്ന ബ്ലൂ ഗ്രീൻ ആൽഗകൾ നൈട്രജൻ സ്ഥിരീകരണത്തിന് സഹായിക്കുക. അതാണ് നോസ്റ്റോക്ക്, അനബിന എന്നൊക്കെ പറയുന്നതൊക്കെ സയനോ ബാക്ടീരിയകളാണ്, ബ്ലൂ ഗ്രീൻ ആൽഗകൾ എന്ന് പറയുന്നവരാണ്. അങ്ങനെ കുറെ ജീവികളെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ക്വിക്കായിട്ട് ഒരു ക്വസ്റ്റ്യൻ മാത്രം ഒന്ന് ചെക്ക് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നാച്ചുറൽ സയൻസിന്റെ പ്രിപ്പറേഷൻ നടത്തുന്ന ആൾക്കാർ, HSA നടത്തുന്ന ആൾക്കാർക്ക് അറിയാം നമ്മൾ സിലബസ് അനുസരിച്ച് പഠിക്കണം, കൃത്യമായി സിലബസ് വെച്ച് വേണം പഠിക്കാൻ. അതുപോലെ SCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഫാക്ട് എന്തായാലും നമുക്ക് വേണ്ടതാണ്. SCERT എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചെറിയ സ്റ്റാൻഡേർഡ് തൊട്ട് ഒരു 10th വരെ അല്ലേ, അപ്പോൾ അതാണെങ്കിൽ പോലും അതും വേണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ +2 ലെവലുള്ള +1 +2 ലെവലും വേണം. കൂടി വന്നാൽ ഡിഗ്രി ലെവലിലേക്കുള്ള കാര്യങ്ങളും വേണം. അങ്ങനെയാണ് കണക്ട് ചെയ്യുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും ടെക്സ്റ്റിൽ അധികവും ഉണ്ടാവും, ബേസ് ആയിട്ടുള്ളതൊക്കെ. അപ്പോൾ അത് ഏത് എവിടെ എന്നുള്ളത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം, സിലബസ് വെച്ച് പഠിക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ സൈലന്റ് ടീച്ചിങ് എക്സാമിൽ HSA നാച്ചുറൽ സയൻസിന്റെ കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതേപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് വേഗത്തിൽ ഈസി ആയിട്ട് ഇത് ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുകയാണ്. ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.